ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 23-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1799 ഇടവ മാസം 9-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 2-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:31 നാളത്തെ തിഥി പൗർണമി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 9:17 വരെ ഉണ്ട്. 9:17 അനിഴം നക്ഷത്രം ആരംഭിക്കുന്നത്. അനിഴം നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ 10:12 അറിഞ്ഞുകൊള്ളുക. വിശാഖം നക്ഷത്രപ്രകാരമുള്ള സർവൈശ്വര്യ പൂജ വ്യാഴാഴ്ച രാവിലെയാണ് ഉണ്ടാകുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അനിഴ നക്ഷത്ര സർവൈശ്വര്യ പൂജ വെള്ളിയാഴ്ച രാവിലെയും ആയിരിക്കും വന്നു ചേരുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പം നാളെ അതായത് വ്യാഴാഴ്ച രാവിലെ 9:17 മുതൽ വെള്ളിയാഴ്ച രാവിലെ 10:12 വരെയുള്ള സമയത്ത് ജനിക്കുന്ന അനിഴ നക്ഷത്ര ജാതകർക്ക് നീചഭംഗ രാജയോഗം വന്നു ചേരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് തന്നെ ഓർപ്പിക്കുകയാണ്. അത് വിശാഖം കാൽ നക്ഷത്ര ജാതകർക്കും വന്നു ചേരും. വിശാഖം കാൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. അതുകൊണ്ട് വിശാഖം കാലിനും അത് ബാധകമാണെന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. ഈ അനിഴം നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് മിത്രനാണ്. അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിൻ്റെ മൃഗം മാനാണ്. അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിൻ്റെ ഭൂതം അഗ്നിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം ഇലഞ്ഞിയാണ്. ശനിദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനമെന്ന് ജ്യോതിഷം പറയുന്നു. അനിഴ നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വന്തം പ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർ നിർബന്ധ ബുദ്ധികളാണ്. ഇവർക്ക് ഈ നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് മനസ്വസ്ഥത കുറവാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവർ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെ ലാഭം മോഹിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഇവർ സ്വാതന്ത്ര്യ ബോധമുള്ളവരാണ്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. ക്രാന്തദർശിത്വമുള്ളവരാണ്. ജീവിതത്തിൽ ഉന്നത നിലയിൽ എത്തിച്ചേരുന്നവരുമാണ്. കൂടുതൽ ആൾക്കാർക്കും ഈശ്വരഭക്തി ഉണ്ട്. ഈശ്വരഭക്തി ഉള്ളവരാണ്. കലാകാരന്മാരായിട്ടുള്ളവർ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് ജീവിതത്തിൽ ശോഭിക്കുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ ഈ അനിഴ നക്ഷത്ര ജാതകർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വഭാവശുദ്ധി, പ്രസന്നമായ മുഖഭാവം, കലാവാസന, കുടുംബജീവിത വിജയം എന്നിവയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. ആഡംബര ഭ്രമമോ അഹങ്കാരമോ ഒട്ടും തന്നെ ജീവിതത്തിൽ ഇല്ലാത്തവരാണ് അനിഴ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അനിഴ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള മൂലം, ഉത്രാടം, തിരുവാതിര, അവിട്ടം, പുണർദം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് ജ്യോതിഷം വിലക്ക് കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ മൂലം, ഉത്രാടം, തിരുവാതിര, അവിട്ടം, പുണർദം എന്നീ നക്ഷത്ര ജാതകരുമായുള്ള സകല ബന്ധങ്ങളും ഒഴിവാക്കണമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്ര ജാതകരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക. അത് പിന്നെ പിണക്കത്തിലും വൈരാഗ്യത്തിലും അല്ലെങ്കിൽ പരാജയത്തിലുമൊക്കെ എത്തിച്ചേരും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അനിഴ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ശനി ദശാകാലം. ശനി ദശാകാലം 19 വർഷമാണ്. ജ്യോതിഷം 19 വർഷമാണ് ഇതിൻ്റെ കാലദൈർഘ്യം കൊടുത്തിരിക്കുന്നത്. 19 വർഷം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. ചിലർക്കൊക്കെ വന്നു ചേരും. തീർച്ചയായിട്ടും കൃത്യം 19 വന്നു ചേരുന്നവരുണ്ട്. ചിലർക്ക് 15 വർഷം, 14 വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന അനിഴ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഏത് ദശാകാലമാണ് അനുഭവയോഗ്യമാകുന്നത് അല്ലെങ്കിൽ ഏത് ദശാകാലത്തു കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കി തരാം. ഒരു കുട്ടി അനിഴ നക്ഷത്രത്തിൽ ജനിച്ചു. ആ കുട്ടിക്ക് 15 വർഷം ശനി ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. ആ കുട്ടിയുടെ ഗ്രഹനില തയ്യാറാക്കിയപ്പോൾ ജനനശിഷ്ട ദശാകാലമായിട്ട് 15 വർഷം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഗ്രഹനിലയിൽ 15 വർഷം ജനനശിഷ്ട ദശാകാലം എന്ന് എഴുതി വെച്ചു. അപ്പോൾ തൊട്ടടുത്ത ദശാകാലം പിന്നെ ബുധദശാകാലമാണ്. അത് 17 വർഷമാണ്. അപ്പോൾ 32 വയസ്സ് വരെ ബുധദശാകാലം. 15 വയസ്സ് വരെ ശനി ദശാകാലം, പിന്നീട് 17 വർഷം ബുധദശാകാലം, അങ്ങനെ 32 വയസ്സ് വരെ ബുധദശാകാലം. പിന്നീട് 7 വർഷം കേതുവിൻ്റെ ദശാകാലം. അപ്പോൾ 39 വയസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രൻ്റെ ദശാകാലം, 59 വയസ്സ്. ശുക്രൻ്റെ ദശാകാലം 20 വർഷമാണ്. അങ്ങനെ 59 വയസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലം, 65ആയി.
10 വർഷം ചന്ദ്രദശാകാലം 75ആയി. 7 വർഷം കുജദശാകാലം 82ആയി. 18 വർഷം രാഹുദശാകാലം 100ആയി. അതിനുശേഷം 16 വർഷം വ്യാഴദശാകാലം 116. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർ അവിടെ എഴുതി വച്ചിരിക്കുന്ന ജനനശിഷ്ട ദശാകാലത്തോടുകൂടി തൊട്ടടുത്ത ദശാകാലമായ ബുധൻ ദശാകാലം കൂടെ കൂട്ടി ഇപ്പോൾ ഏത് പ്രായം വരെയാണോ ചെന്നിരിക്കുന്നത് അതനുസരിച്ച് കണ്ടുപിടിച്ചാൽ ഏത് ദശാകാലമാണ് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. ദോഷമാണെങ്കിൽ ദോഷപരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം അനിഴ നക്ഷത്ര ദിവസമാണ്. അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ 9:17 മുതലാണ്. വെള്ളിയാഴ്ച രാവിലെ 10:12 വരെയുണ്ട്. അപ്പോൾ ഈ സമയം അനിഴ നക്ഷത്ര പ്രകാരമുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ആർക്കൊക്കെയാണെന്ന് ചിന്തിക്കാം. പൂരുട്ടാതി, ഉത്രട്ടാതി, ചിത്തിര, ഉത്രം, വിശാഖം, പൂയം, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പൂരുട്ടാതി, ഉത്രട്ടാതി, ചിത്തിര, ഉത്രം, വിശാഖം, പൂയം, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളെ വ്യാഴാഴ്ച രാവിലെ 9:17 മുതൽ വെള്ളിയാഴ്ച രാവിലെ 10:12 വരെയുള്ള സമയത്ത് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അശ്വതി, ഭരണി, ചോതി, അത്തം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ സൂക്ഷിക്കണം. നാളത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതികൂലമായ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങൾ തങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. സൂക്ഷ്മതയോടുകൂടി വേണം നാളത്തെ ഏതൊരു കാര്യത്തിലും ഇടപെടാൻ എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ഇനി നാളെ വ്യാഴാഴ്ച ദിവസം പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാൻ. രാവിലെ 6:07 മുതൽ 9:07 വരെ ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ 1:37 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസത്തെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്, പൗർണമി ദിനമാണ്, പൗർണമി തിഥിയുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണ്. ശുഭകാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 23 അതിന് ഒറ്റസംഖ്യയാക്കണം. 2 + 3 = 5. അങ്ങനെ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരം 5 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. നിരാശപ്പെടാതെ നിറങ്ങളെ ആശ്രയിക്കുക, ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടോ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനൽ കൂടി ഞാൻ എന്നും പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷം വളരെ ശക്തിയുള്ളൊരു ശാസ്ത്രമാണ്. ഒരു ജാതകനെ സംബന്ധിച്ചോളം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ജാതകനെ, ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ജാതകനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ജീവിതത്തിൽ അടുക്കും ചിട്ടയും പറഞ്ഞു കൊടുത്ത് ഏതൊരു കാര്യത്തിനും അടുക്കും ചിട്ടയോടും കൂടി ചെയ്താൽ മാത്രമേ ആ കാര്യം വിജയിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ അവിടെ ഈ അടുക്കും ചിട്ടയും ഒക്കെ കാണിക്കുമ്പോൾ ചിലരൊക്കെ പറയും ഇതെല്ലാം അന്ധവിശ്വാസമാണ്, തെറ്റായ കാര്യങ്ങളാണെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞ് അതിനെ നെഗറ്റീവ് എനർജി കൊടുത്ത് അല്ലെങ്കിൽ പിന്തിരിപ്പൻ ഒരു ചിന്താഗതി കൊടുത്ത് അവരെ അവിടെ പിന്തിരിപ്പിക്കും. എന്നാൽ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയും ക്രമീകരണവുമുള്ളൊരു ജീവിതമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ജീവിതം ഒരിക്കലും പരാജയത്തിലേക്ക് പോകത്തില്ല. എത്ര പ്രതിസന്ധികൾ വന്നാലും അവർ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, അവർ നിലനിൽക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ഈ ജ്യോതിഷത്തെക്കുറിച്ചാണ് നിത്യവും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമാണ്. നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്. നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ്.
നല്ല രീതിയിൽ കുടുംബത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ശാസ്ത്രമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ശാസ്ത്രമാണ്. മക്കളോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. ധനനേട്ടം മാത്രമല്ല ജ്യോതിഷത്തിൻ്റെ ജോലി. ധനം ജീവിതത്തിലെ ഒരു ഘടകമാണ്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ധനം. ആ ധനം വന്നു ചേരുവാനുള്ള വഴികളെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ തൊഴിൽ വന്നു ചേരുവാനുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ആ തൊഴിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട വഴികളെക്കുറിച്ച് പറഞ്ഞു തരുന്നു. അങ്ങനെ ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ ഈ പരമ്പര തീർച്ചയായിട്ടും മുടങ്ങാതെ പ്രിയപ്പെട്ടവർ കേൾക്കാൻ താല്പര്യപ്പെടുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ അവരുടെ അനുഭവം എങ്ങനെയാണെന്ന് ചിന്തിക്കാം. നാളത്തെ ദിവസം അവർക്ക് അവരുടെ 2ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമാണ്. 2ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുടുംബസുഖം ഉണ്ടാകും, ധനനേട്ടം ഉണ്ടാകും, തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്, മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പല കാര്യങ്ങളിലും നേട്ടമുള്ള ഒരു സമയമാണെന്നുള്ളതാണ് നാളത്തെ ദിവസം മനസ്സിലാക്കേണ്ട കാര്യം. നാളത്തെ ദിവസം അവർക്ക് ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നാളെ അവർക്ക് ദോഷമൊന്നും വന്നു ചേരത്തില്ല. കാരണം ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. നേട്ടങ്ങളുടെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ അവരുടെ പിതാവിനെ സംബന്ധിച്ചോളം പിടികിട്ടാത്തൊരവസ്ഥയിൽ കൂടി പിതാവ് ഇങ്ങനെ സഞ്ചരിക്കും. അല്പം ശത്രുതയുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നോ ഒരു അധികാരിയുടെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു അല്പം പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും എന്നുള്ളതല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ സുഖമുണ്ട്, എല്ലാ കാര്യങ്ങളിലും തൃപ്തി നിറഞ്ഞ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ പിതാവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേലധികാരിയുടെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു പ്രതികൂലമായ അനുഭവങ്ങൾ ചെറിയ രീതിയിലൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വെച്ച് ബാക്കിയെല്ലാം കൊണ്ടും നേട്ടമാണ്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം അവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർ അന്യരാൽ മാനിക്കപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആൺമക്കളാലുള്ള നല്ല ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. അപ്പോൾ നാളെ എല്ലാം കൊണ്ടും നേട്ടമുള്ളൊരു ദിവസമാണ്. ഈ നേട്ടങ്ങളൊക്കെ വന്നു ചേരണമെങ്കിൽ അവർ ജനിച്ച സമയത്ത് അവരുടെ ഗ്രഹനിലയിൽ ഈ വ്യാഴവും ശുക്രനും ഒക്കെ അനുകൂല സ്ഥാനത്തായിരിക്കണം. ആ ഗ്രഹനിലയിൽ അവർ ശത്രുക്കളായിരുന്നാൽ വ്യാഴവും ശുക്രനും ഒക്കെ ശത്രു നിറഞ്ഞ ഒരു സ്ഥിതിയിലാണ് ഗ്രഹനില ജനിച്ച സമയത്തെ ഗ്രഹനില ഉള്ളതെങ്കിൽ നാളത്തെ ദിവസം ഈ പറഞ്ഞ യാതൊന്നും അവർക്ക് ലഭിക്കുകയില്ല. അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ മാത്രമേ ഇവർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുകയുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ വല്ലപ്പോഴുമൊക്കെയാണ് 2 ശുഭഗ്രഹങ്ങളൊക്കെ ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുക. അതവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ഒരു ശുഭക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ ഈ നാളത്തെ ദിവസം എന്തായാലും ഈ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ പ്രതികൂലമായി വന്നു ചേരാൻ സാധ്യതയുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ. ജനിച്ച സമയത്തെ ഈ വ്യാഴവും ശുക്രനും അനിഷ്ടസ്ഥാന സ്ഥിതി ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രതികൂലമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ലാത്തത് എന്നും ഉള്ളതും കൂടി അറിഞ്ഞിരിക്കണം. കാരണം ഞാനിതിങ്ങനെ പറഞ്ഞതെന്നു വെച്ചാൽ നാളെ കമൻറ്റ് വരും, എനിക്കൊന്നും വന്നില്ല, എനിക്ക് കിട്ടിയില്ലെന്ന് പറയും. അത് കിട്ടാത്തതിൻ്റെ കാരണം ഗ്രഹനിലയിൽ ഒരു പക്ഷെങ്കിൽ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുതയിലോ അല്ലെങ്കിൽ 6, 8, 12 ഭാവങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം അവരുടെ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. 12ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ സ്ത്രീകളാണ് രക്ഷപ്പെടുക. അതായത് മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാരായിട്ടുള്ള സ്ത്രീകൾക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഭർത്താവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടും നല്ല ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ പുരുഷ ജാതകന്മാരെ സംബന്ധിച്ചോളം അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും. ധനം നഷ്ടം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും.
പല കാര്യങ്ങളിലും അവർ പരാജയപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധി കൊണ്ട് പരാജയപ്പെടാനും ധനം കൊണ്ട് നഷ്ടം വരുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 12-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് നേട്ടവും പുരുഷന്മാർക്ക് ദോഷവുമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. അത് പലരും എന്നോട് ചോദിക്കും, അതെന്താണ് അങ്ങനെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരു നക്ഷത്രത്തിലല്ലേ, ഒരു നക്ഷത്രമല്ല ഒന്നല്ലേ, അത് എന്താണെന്ന് അങ്ങനെ ചോദിക്കും. പക്ഷേങ്കിൽ ചില ക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലെ രാശി എന്ന് പറയുന്നത്, ഇപ്പം 12-ാം ഭാവം എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ അത് ശുക്രൻ്റെ ക്ഷേത്രമാണ്. ശുക്രൻ സ്ത്രീകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശദീകരണം പറയാനുള്ളത്. അപ്പോൾ അത് അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത്തം 3/4 നാളുകാരെ സംബന്ധിച്ചോളം സ്ത്രീകളായിട്ടുള്ളവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പുരുഷ ജാതകർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും ലാഭം വന്നിരുന്നൊരു ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം അവരുടെ പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനം കൊണ്ടും ബുദ്ധി കൊണ്ടും പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം വന്നിരുന്ന ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസം നല്ല രീതിയിൽ ഇവർ പെരുമാറുന്ന ദിവസമാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെ വിജയം കൈവരിക്കുന്ന ദിവസമാണ്. അവിടെ ശത്രുതയൊന്നും ഉണ്ടാകത്തില്ല. നാളെ നേട്ടങ്ങളുടെ ഒരു ദിവസമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത സുഖം എല്ലാം നാളത്തെ ദിവസം അനുകൂലമായി വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം 1/4 നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം രാജയോഗ ദിവസമാണ്. രാജയോഗ ദിവസം എന്ന് പറയാൻ കാരണം അവരുടെ 10-ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. അത് രാജയോഗമാണ്. ഈ 2 ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ത്രികോണഭാവത്തിൻ്റെ അധിപനും ഒന്ന് അവരുടെ കേന്ദ്രഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ ഈ 2 ശുഭഗ്രഹങ്ങൾ 10-ാം ഭാവത്തിൽ നിന്നാൽ രാജയോഗമാണെന്നാണ് ജ്യോതിഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം 1/4 നാളുകാർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ അനുഭവം കിട്ടാതെ പോയാൽ മനസ്സിലാക്കുക, അവർ ജനിച്ച സമയത്ത് ഈ വ്യാഴവും ശുക്രനുമൊക്കെ അനിഷ്ടസ്ഥാന സ്ഥിതിയിലായിരുന്നുകൊണ്ടാണ് ഈ അനുകൂലമായ നല്ല ദിവസം തങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരാത്തതെന്ന് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം രാജയോഗ ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. നാളത്തെ ദിവസം നക്ഷത്രം കൊണ്ട് പ്രതികൂലമായ ദിവസമാണെങ്കിൽ പോലും ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ രാജയോഗ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. നാളെ അവരുടെ 7-ാം ഭാവാധിപനും അതുപോലെ തന്നെ അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനും കൂടെ കൈകോർക്കുകയാണ്. അതായത് ദാമ്പത്യ ജീവിതം, അതായത് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ബന്ധുക്കാർ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ബന്ധുക്കാർ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഭർത്താവിന് ഭാര്യയുടെ ബന്ധുക്കാർ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അങ്ങനെ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഈ അനുഭവങ്ങൾ വന്നു ചേരണമെങ്കിൽ അവർ ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ ശത്രുക്കളാകരുത്. 6, 8, 12 എന്നീ സ്ഥാനങ്ങളിലൊന്നും നിൽക്കരുത്. അങ്ങനെയുള്ളവർക്ക് വന്നു ചേരത്തില്ല. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ് പറ്റാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം സ്ത്രീകളുമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പലവിധമായ ദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം വിദേശവാസത്തെക്കുറിച്ചുള്ള സാഹചര്യം വന്നു ചേരാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു ചേരുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടപെടാൻ, അല്ലെങ്കിൽ നഷ്ടം വന്നു ചേരും. അതുപോലെ തന്നെ അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനഹാനി, മനോദുഃഖം ഒക്കെ, സന്താനങ്ങളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല. എന്നാൽ ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് ഒരു പക്ഷെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് അവരുടെ അഷ്ടമത്തിലാണ് 2 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അഷ്ടമത്തിൽ 2 ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല. 2 പാപഗ്രഹങ്ങളായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർന്നതിനെയും എങ്കിലും അവർക്ക്
നാളത്തെ ദിവസം മറ്റുള്ളവരുടെ നിന്നും ചതിവ്, സുഹൃത്തുക്കൾ മുഖേന, സഹോദരങ്ങൾ മുഖേന, സ്ത്രീകളായിട്ടുള്ളവർക്ക് ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. ധനപരമായ സ്ഥിതി, കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണെങ്കിലും ഈ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർ സൂക്ഷിക്കണം. ഓക്കെ, ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ, മുക്കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവരുടെ ത്രികോണഭാവത്തിൻ്റെ അധിപനും 7ാം ഭാവത്തിൻ്റെ അധിപനും കൂടെ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നു. പല കാര്യങ്ങളും നാളത്തെ ദിവസം അവർ നേടിയെടുക്കുന്ന ദിവസമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ജീവിത വിജയം നേടുന്ന ദിവസമാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഒക്കെ, അവരുടെ കുടുംബത്തിൽ നിന്നോ അവർ മുഖേന വ്യക്തിപരമായിട്ടൊക്കെ അവർക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള. അവിടെ 7ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. അവിടെ ശുക്രൻ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, വ്യാഴം അവിടെ നിൽക്കുന്നു, വ്യാഴവും ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നാളത്തെ ദിവസം നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക. രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവയൊക്കെ വന്നു ചേരാം. പക്ഷേ എങ്കിലും അവിടെ ഒരു ആശ്വാസത്തിന്, സ്ത്രീകൾ മുഖേനയുള്ള ഒരു ആശ്വാസം അവർക്കവിടെ ലഭിക്കും. സ്ത്രീകൾ മുഖേന സഹായിക്കാനോ സഹകരിക്കുവാനോ സാമ്പത്തിക സഹായം നൽകുവാനോ ഒക്കെ അവർക്ക് ഒരു സാധ്യത ഉണ്ടാകുന്നൊരു ദിവസമാണ്. പക്ഷേങ്കിൽ അവർക്ക് അങ്ങനെ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയിൽ അവരുടെ ഒപ്പം നിൽക്കുവാൻ, അല്ലെ അവരെ സഹായിക്കുവാൻ മറ്റൊരാൾ അവരുടെ കൂടെ വരും. അങ്ങനെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം രോഗം വരാം. അതുപോലെ തന്നെ കടബാധ്യതകളുള്ളവർക്ക് നാളത്തെ ദിവസം കടബാധ്യതകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെ മനോദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും ആശ്വാസത്തിനായി സഹായിക്കാൻ അവിടെ ഒരാൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം അവർക്ക് പൂർണ്ണമായിട്ടുമുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമല്ല. എങ്കിൽ പോലും ഒരു സാധാരണ തൃപ്തികരമായ ഒരു ജീവിതാനുഭവം നാളത്തെ ദിവസം അവർക്കുണ്ടാകും. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, ഏറെക്കുറെ അനുകൂലമായ തൊഴിൽ സാഹചര്യമുണ്ട്, ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായിരിക്കും. അങ്ങനെ ഒരു മീഡിയം രീതിയിൽ, സാധാരണ രീതിയിൽ പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അവർ ജന്മശനിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ധനനഷ്ടം ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ പ്രതികൂലമായ സാഹചര്യത്തിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഇവരെ തേടി വരുന്ന ഒരു സമയമാണിപ്പോൾ. അതായത് നാളത്തെ ദിവസം പ്രതികൂലങ്ങളുടെ ഇടയിൽ അവർക്കൊരു അവർക്ക് ഭാഗ്യകരമായ ഒരു അനുഭവമാണ് നാളത്തെ ദിവസം വന്നു ചേരുക. അതായത് അവരുടെ ജീവിതത്തിൽ ഭാഗ്യാധിപനും അതുപോലെ തന്നെ അവരുടെ ധനത്തിൻ്റെ അധിപനുമൊക്കെ ചേർന്ന് 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അത്തരത്തിലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകൾക്ക് വന്നു ചേരും. അതിനുള്ള യോഗ്യത അവർക്കുണ്ടാകണം. ആ യോഗ്യത എന്ന് പറയുന്നത് അവർ ജനിച്ച സമയത്ത് അവരുടെ ഗ്രഹനിലയിൽ ഈ വ്യാഴവും ശുക്രനുമൊക്കെ അനിഷ്ടസ്ഥാന സ്ഥിതിയോ ശത്രുവായിട്ട് നിൽക്കുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടാകാതിരുന്നാൽ അപ്പോൾ അവർ യോഗ്യത ഉള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികൾ, തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് സാധാരണ ഒരു ജീവിത അനുഭവം തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അവർക്ക് നേട്ടമൊന്നും വന്നു ചേരുന്നില്ല. എന്നാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വന്നു ചേരുന്ന ദിവസമാണ്. അവർക്ക് അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ, വിദേശത്ത് ജോലി ചെയ്യാനുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ലഭിക്കുന്നൊരു ദിവസമാണ്. പക്ഷേ ചതിവ് പറ്റാതെ സൂക്ഷിക്കണം. അവർക്ക് ധനനഷ്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചതിവ് പറ്റാതെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അവർക്ക് ഒരു സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതാനുഭവം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ
27 നക്ഷത്ര ജാതകരെ ഒരുപോലെ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നേട്ടം വരുന്നവരുണ്ട്, കോട്ടം വരുന്നവരുണ്ട്. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. മഹാദേവനാൽ എല്ലാവരും നാളെ ഒരുപോലെ സന്തുഷ്ടരായി സമാധാനത്തോടു കൂടി ജീവിക്കണം. അതിനായിട്ട് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ യോഗ്യതയുള്ളവർക്ക് അവരുടെ യോഗ്യതയനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എങ്കിലും ആരും ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകുവാൻ മഹാദേവൻ സമ്മതിക്കത്തില്ല. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും. മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹവും മഹാദേവൻ്റെ കാവലും സൂക്ഷിപ്പും പരിപാലനവും എല്ലാം പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.